കണ്ണൂരിലെ CPM കോട്ടകളിൽ ഇപ്പോൾ മുഴങ്ങുന്നത് മലയാളമല്ല, ശുദ്ധമായ ഹിന്ദിയാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതോടെ തുടങ്ങിയ തകർച്ച ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ധർമ്മടത്ത് വന്നു നിൽക്കുന്നത് അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ കൈപിടിച്ചാണെന്നത് കൗതുകകരമാണ്. MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ആളെ കൂട്ടാൻ ഒടുവിൽ ബംഗാളികൾ തന്നെ വാടകയ്ക്കെടുക്കേണ്ടി വന്ന CPMന്റെ ഗതികേട് സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുകയാണ്. പണ്ട് പ്ലൈവുഡ് ഫാക്ടറികളിലും അടുക്കളകളിലും പണിയെടുക്കാൻ വന്ന അതിഥി തൊഴിലാളികൾ ഇന്ന് CPMന്റെ നിലനിൽപ്പിന് ആധാരമായി മാറിയിരിക്കുന്നു. ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലത്ത് പാർട്ടി കൊടപിടിച്ചവരും കൂലിത്തല്ലുകാരും ഇന്ന് കേരളത്തിൽ പൊറോട്ടയടിച്ചും CPM ജാഥയിൽ മുദ്രാവാക്യം വിളിച്ചും വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണ്. മലയാളം മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കാൻ ആളില്ലാത്തതിനാൽ ഹിന്ദിയിൽ ബാനറുകൾ തയ്യാറാക്കേണ്ടി വന്നു. MV ഗോവിന്ദന് മാലയിടുവാനും ഷാൾ അണിയിക്കുവാനും ലോക്കൽ സെക്രട്ടറിമാരെക്കാൾ താല്പര്യം ബംഗാളിൽ നിന്നെത്തിയ നിർമ്മാണ തൊഴിലാളികൾക്കാണ്. കാസർഗോഡ് മുതൽ തുടങ്ങിയ ഒഴിഞ്ഞ കസേര പ്രതിഭാസം പയ്യന്നൂരിലും ആവർത്തിച്ചപ്പോൾ ആ നാണക്കേട് മറക്കാൻ 200 ബംഗാളികളെ മമ്പറത്തിറക്കി ഷോ കാണിച്ചു. കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത് ആള് കുറഞ്ഞിട്ടില്ല, കസേര കൂടിപ്പോയത് കൊണ്ടാണ് എന്ന വിചിത്രമായ ക്യാപ്സ്യൂൾ ന്യായീകരണങ്ങൾ ഇതിനോടകം തന്നെ ട്രോളർമാർ ഏറ്റെടുത്തു കഴിഞ്ഞു. സ്വന്തം മണ്ഡലത്തിൽ പോലും ജനങ്ങളെ അണിനിരത്താൻ കഴിയാത്ത മുഖ്യമന്ത്രിയുടെ അവസ്ഥയെ അപജയം എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? പയ്യന്നൂരിൽ സത്യസന്ധനായ ഒരു പാർട്ടി പ്രവർത്തകൻ വിരൽ ചൂണ്ടിയപ്പോൾ ഇളകിയാടിയത് പാർട്ടിയുടെ അസ്ഥിവാരമാണ്. ആ വിടവ് നികത്തുവാൻ ബംഗാളികളെ ഇറക്കിയത് അതിനേക്കാൾ വലിയ നാണക്കേടായി മാറി. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 200 ബംഗാളികളെ അണിനിരത്തി മുദ്രാവാക്യം വിളിപ്പിച്ചത് പാർട്ടിക്ക് വന്ന വലിയൊരു പതനമാണ്. ഇതിലെ പരിഹാസ്യമായ വശങ്ങൾ ഇവയാണ്. സ്വന്തം നാട്ടുകാരെ കൊണ്ട് സിന്താബ വിളപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇരട്ടച്ചങ്കന്റെ മണ്ഡലം മാറിയിരിക്കുന്നു. പണം നൽകിയാൽ മുദ്രാവാക്യം വിളിക്കുവാൻ ആളെ കിട്ടുന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായി പാർട്ടി മാറി. ബംഗാളിൽ പാർട്ടി എങ്ങനെ തകർന്നോ അതേ പാതയിലാണ് കേരളവുമെന്ന് തെളിയിക്കാനാണോ പഴയ ബംഗാളി സഖാക്കളെ തന്നെ ഇവർ ജാഥയ്ക്കെത്തിച്ചത്? ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗിക്കുന്ന വികസനത്തെക്കുറിച്ച് അവിടെ നിന്ന് ബംഗാളികൾക്ക് അറിവില്ലെങ്കിലും ഏൽപ്പിച്ച ജോലി, അതായത് മുദ്രാവാക്യം വിളി, അവർ ഗംഭീരമായിട്ട് തന്നെ നിർവഹിച്ചു. കാസർഗോഡ് മുതൽ തുടങ്ങിയ ഒഴിഞ്ഞ കസേരകൾക്ക് പാർട്ടി പറയുന്ന ന്യായം വെയിൽ കടുപ്പമാണ് എന്നാണ്. എന്നാൽ ധർമ്മടത്ത് എത്തിയപ്പോൾ വെയിലിനേക്കാൾ വലിയ ചൂട് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹമാണെന്ന് വ്യക്തമായി. നേതാക്കൾ രാജിവെച്ച് പോകുന്നത് തടയാൻ കഴിയാത്ത നേതൃത്വം ആളെ കാണിക്കാൻ ബംഗാളികൾ ഇറക്കിയത് വഴി കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ സ്വയം പരിഹാസ്യരായി മാറുകയായിരുന്നു. അണികൾ കൊഴിഞ്ഞു പോകുമ്പോൾ, നേതാക്കൾ പടിയിറങ്ങുമ്പോൾ ബാക്കിയാകുന്ന ശൂന്യതയിൽ ബംഗാളികളെ കൊണ്ട് മാലയിടിച്ച് ആത്മസംതൃപ്തി അടയുകയാണ് പിണറായിയും സംഘവും. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പോലും ഇതര സംസ്ഥാന തൊഴിലാളികളെ അണിനിരത്തി പവർ കാണിക്കേണ്ടി വരുന്നത് CPM കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അഴിമതിയും കൊട്ടേഷൻ ഭരണവും കാരണം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു പ്രസ്ഥാനം വാടകയ്ക്കെടുത്ത ആവേശവുമായി എത്ര നാള് മുന്നോട്ട് പോകുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. നമുക്കൊക്കെ എന്തായാലും ബംഗാളിയെ വെച്ച് മുദ്രാവാക്യം വിളിപ്പിക്കുന്ന CPMന്റെ ഗതികെട്ട വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. जिंदाबाद